യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോണത് നിങ്ങൾ തമ്പുലൈന് കണ്ടിട്ടുണ്ടാവും. വിഷുഫലത്തെക്കുറിച്ച് ചെറിയൊരു കാര്യമാണ് പറയാൻ പോണത്. ഇപ്പം ഇനി അങ്ങോട്ടേക്ക് വിഷുഫലത്തിൻ്റെ കുട്ടി ആഘോഷിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓരോ കാര്യങ്ങൾ. കാരണം വെച്ചാൽ നിങ്ങൾ ചില കാര്യങ്ങൾ, അതായത് ഒട്ടനവധി യൂട്യൂബിലുള്ള ഒരുപാട് പേര് ഇപ്പോൾ വിഷുഫലമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താണ്, എനിക്ക് പോലും അത് എങ്ങനെയാണെന്ന് എനിക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇത് എങ്ങനെ ശരിയാകും, അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന ഒരാൾ ദോഷം പറയുന്നുണ്ട്, ഒരാൾ ഗുണവും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളത് മനസ്സിലാക്കുക? അത് നിങ്ങൾക്ക് വേണോ വേണ്ടിയോ? പക്ഷേ ഈ വിഷുഫലം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും ധനം നിങ്ങൾ ഇറക്കി കഴിയുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പോക്കറ്റ് കാലിയാവും. ഇപ്പോൾ പറയാറുണ്ട്, ഈ വിഷുഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇപ്പം ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കൂറുഫലം പറയുന്നുണ്ട്. ഇപ്പൊ ശനിമാറ്റം സംഭവിച്ചിട്ട് കണ്ടകശനി, ഏഴരശനി, ജന്മശനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വിഷുഫലം കൂടി വരാൻ പോവാണ്. അപ്പോൾ ഇവര് ഏതൊക്കെ രാശിക്കാർക്ക് അല്ലെ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത് ഗുണം ചെയ്യാന്നുള്ളതും കൂടി. അപ്പൊ ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് വന്നൊരു വീഡിയോസാണ്. അപ്പോൾ അത് എനിക്ക് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ബോർഡിലേക്ക് തയ്യാറാക്കാമെന്ന് വിചാരിച്ചത്. കാരണം എനിക്ക് ചിന്തിച്ചപ്പം ഒരു കൂട്ടർ കണ്ടകശിനിയാന്ന് പറയുന്നുണ്ട്, വിഷുഫലം മറ്റേ ആ നക്ഷത്രക്കാർക്ക് ഗുണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെയാണ് യോജിച്ച് പോകുന്നത് എനിക്ക് വരെ അറിയില്ല. അത് നിങ്ങൾ ചിന്തിക്കുക. ഇത് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ നിങ്ങളാണ് ചിന്തിക്കേണ്ടത്, നിങ്ങളാണ് അതിൻ്റെ ഉത്തരം തരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വീഡിയോസ് ഇതാ ദുർഗ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് പറയുന്നത്, വിഷുഫലം നിങ്ങൾ പറഞ്ഞു കേട്ടിട്ട് ഇന്ന് നക്ഷത്രക്കാർക്ക് രാജയോഗമാണ്, ഇന്ന് ലോട്ടറി അടിക്കുന്നു, ഇതടിക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ പുറകെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വിഷുവിന് നിങ്ങൾ സദ്യ ഉണ്ടാക്കുന്നുണ്ടാവില്ല, കഞ്ഞിൻ ചമ്മന്തി ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ ഒരു ഉദാഹരണ ഗ്രഹനില കേട്ടോ. അത് ഗ്രഹങ്ങളൊന്നുമില്ല. ഇതിൽ കുറച്ച് നക്ഷത്രങ്ങളെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങൾ പറയുമ്പോൾ മിഥുനത്തില് മകീരം, തിരുവാതിര, പുണർദം ആണ് നിൽക്കുന്നത്. അതായത് ഞാനിവിടെ എത്രാം പാദത്തിലാണെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വിഷുഫലത്തിലെ ഗുണം വരുന്ന രാശികളും നക്ഷത്രങ്ങളുമാണ് പറഞ്ഞത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് രാശിയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പം ഏതൊക്കെ നക്ഷത്രങ്ങളാണ് ഏതൊക്കെ രാശിയിൽ നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന്, ഇനി നക്ഷത്ര പാദമുണ്ട്, അത് 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം, അതൊന്നുമില്ല, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ മിഥുനൻ രാശിയിൽ മകീരം, തിരുവാതിര, പുണർദം ആണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ചിങ്ങത്തിൽ മകം, പൂരം, ഉത്രം. അതേപോലെ തന്നെ കന്നിയിൽ ഉത്രത്തിന്റെ ഇത്ര പാത അവിടെ ഉണ്ട്, അത്തം, ചിത്തിര. അത് കഴിഞ്ഞിട്ട് ബാക്കി ഗ്രഹങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, വേണ്ടപ്പെട്ട ഗ്രഹങ്ങളുടെ കുറിച്ച് മാത്രമാണ് പറയണത്. മൂലം, പൂരാളം, ഉത്രാടം, അതായത് ധനുവില്, അവിട്ടം, ചതയം, പൂരിട്ടാതി കുംഭത്തില്, ഉത്രട്ടാതി, രേവതി മീനത്തില്, അശ്വതി, ഭരണി, കാർത്തിക. ഇത്രയും 1, 2, 3, 4, 5, 6, 7 രാശിയിലാണ് ഞാൻ മാർക്കിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാശിക്ക് ഒരു പ്രത്യേകത എന്നുണ്ട് വെച്ചാല്, നിങ്ങൾ നോക്കുക, ഞാൻ പറയണത് ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ ചന്ദ്രൻ ശനിയിൽ ഇപ്പോൾ നമുക്ക് നിൽക്കുന്നത് മീനം രാശിയിലാണ്, കുംഭത്തിന് മാറി മീൻ രാശിയിലേക്കാണ്. അപ്പം മിഥുനക്കൂറുകാർക്ക്, അതായത് മകീരം, തിരുവാതിര, പുണർദം മിഥുനക്കാർക്ക് ഇപ്പൊ കണ്ടകശനി 10-ലൂടെ ശനി സഞ്ചരിക്കുകയാണ്. കണ്ടകശനിയാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. മകം, പൂരം, ഉത്രം രാശിയിൽ ചന്ദ്രൻ, അതായത് ആ ചന്ദ്രൻ ആ രാശിയിൽ നിൽക്കുന്ന ജന്മത്തിൽ, അതായത് ചന്ദ്രൻ ചിങ്ങത്തിൽ നിൽക്കുകയാണെങ്കിൽ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് 8-ലൂടെയാണ്, അഷ്ടമശനിയാണ് വരുന്നത്. ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് കന്നിയിലൂടെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അതായത് ജനിച്ച ഗ്രഹനിലയിൽ ഈ രാശിയിലോ, അതായത് മിഥുനത്തിലോ, ചിങ്ങത്തിലോ, കന്നിയിലോ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ചന്ദ്രന്റെ 7-ലൂടെ, കന്നിയുടെ 7 എന്ന് പറയുന്ന മീൻ രാശിയാണ്, കണ്ടകശനിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു കണ്ടകശനി വന്നു, 2 കണ്ടകശനി വന്നു, ഒരു അഷ്ടമശനി വന്നു. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം. ഈ നക്ഷത്രക്കാർക്ക്, അതായത് ധനുവില് മൂലം, പൂരാടം, ഉത്രാടം, അവിടെ ചന്ദ്രൻ നിൽക്കുന്ന, ജനിച്ച ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ കണ്ടകശനി. അടുത്തത് പറയാനുള്ളത് കുംഭൻ രാശി അവിട്ടം, ചതയം, പൂരിട്ടാതി.
ഇത് ഈ പോയിട്ട് ഇത് ഔട്ടത്തിന്റെ ഒക്കെ പാദം ഇട്ടോ, ഈ രാശിയുടെ എത്ര പാദത്തിലാണ് നിൽക്കണം നോക്കിയിട്ട് അതിന്റെ ബാക്കി പാദം ഇതൊന്നും ഞാനല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണം മാത്രമാണ് പറയുന്നത്, അത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ശനി, അതായത് അപ്പൊ ഇവർക്ക് കുംഭൻ രാശിക്ക് 7 ശനി, അതായത് കുംഭത്തിൽ ചന്ദ്രൻ നിൽക്കുക, ശനി 2-ൽ നിൽക്കുമ്പോൾ 7 ശനി കാലഘട്ടം. അപ്പോ അത് കഴിഞ്ഞ് ഉത്രട്ടാതി രേവതി, ശനി ചന്ദ്രൻ ജനിച്ചജാതകത്തിൽ ചന്ദ്രൻ മീനത്തിൽ നിൽക്കുക, അവിടെ ശനി നിൽക്കാൻ ജന്മശനി. അശ്വതി ഭരണി കാർത്തിക ഇവർക്കും മേടൻ രാശിക്കാർക്കും ഇപ്പോൾ 7 ശനി. അപ്പോൾ കണ്ടകശനി അതായത് മിഥുനക്കൂറുകാർക്ക്, കന്നിക്കൂറുകാർക്ക്, ധനുക്കൂറുകാർക്ക്, ഈ രാശിക്കാർക്കൊക്കെ കണ്ടകശനിയാണ്. ചിങ്ങക്കാർക്ക് അഷ്ടമശനി, കുംഭക്കൂർക്ക് 7 ശനിയും, മീനക്കൂറുകാർക്ക് നമ്മുടെ ജന്മക്കൂറും, മേടത്തിന് 7 ശനി കാലഘട്ടം. ഇതാണ് ഈ നമ്മുടെ ജ്യോതിഷികള് ഇപ്പോൾ കണ്ടകശനിയുടെ അല്ലെങ്കിൽ 7 ശനി, ജന്മശനി, അഷ്ടമശനി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇതിന്റെ 2ാമത്തെ 3ാമത്തെ എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ന് ഞാനൊരു യൂട്യൂബിൽ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ വേറെ രാശിക്കാർക്ക് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ രാശി ഒന്നും ഒക്കെ എന്താ പറയാ ദോഷങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ രാശിയിൽ നക്ഷത്രങ്ങളുടെ ദോഷം, ഈ രാശിക്ക് നക്ഷത്ര ദോഷം, ഈ രാശിക്ക് നക്ഷത്ര ദോഷം, ഈ രാശിക്ക് നക്ഷത്ര ദോഷം, ഇതിനെല്ലാം ദോഷങ്ങളാണ് പറയുന്നത്. സകല ദോഷങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് ധനനഷ്ടം, മാനഹാനി, സാമ്പത്തിക നഷ്ടം, കുടുംബ വഴക്ക്, അത് ജോലി ഭ്രംശങ്ങള്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തീരത്തില്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ വെറുതെ നിങ്ങളുടെ അനാവശ്യ രീതിയിൽ കുഴപ്പിക്കണം എന്താ വെച്ചിട്ട്. അപ്പൊ ഇത് ഈ കർക്കിടക ലഗ്നക്കാരന് അനുകൂലമല്ല, അതേപോലെ തന്നെ തുലാക്കാർക്ക് ഗുണകരമല്ല, അതേപോലെ തന്നെ ചിങ്ങക്കാർക്ക് വൃശ്ചികക്കാർക്ക് ഗുണമല്ല, മകരം ഗുണമല്ല, ഇടവത്തിന് ഗുണമല്ല. ഇത് ഈ രാശിക്കാർക്കൊന്നും ഈ പറഞ്ഞ പോലെ ഈ വിഷുഫലം ഗുണമല്ല. കാരണം വിഷുഫലത്തിന്റെ കാര്യത്തേക്ക് പറഞ്ഞു വരുന്നത്. അപ്പൊ ബാക്കി എല്ലാ രാശിക്കാർക്കും അനുകൂല സമയം, അതായത് വീട് വെക്കേണ്ടവർക്ക് അത് വിഷുഫലം നാം ഈ വർഷത്തെ വിഷുഫലം എന്ന് പറയുമ്പോൾ ധനം, സാമ്പത്തികം, ജോലി കയറ്റം, പുതിയ ജോലി, സർക്കാരിന്റെ ജോലി, വിദ്യ, അതേപോലെ തന്നെ എന്താണ് ബിസിനസ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുക. ഇവിടെ ഒരു ജ്യോതിഷി പറയണു മകീരം, തിരുവാതിര, ചിത്രക്കാർക്ക് കണ്ടകശനിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് വിഷുഫലം? അവർക്ക് ഇത് ഗുണമാണോ ദോഷമാണോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ നക്ഷത്രഫലം ഈ നക്ഷത്രത്തെ കൊണ്ട് ഗുണം പറയുമ്പോൾ ഈ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമല്ല ഈ കാണുന്നത്. അപ്പൊ ഈ നക്ഷത്രം നിൽക്കുന്ന ഇതിന് ഇപ്പോ ഈ കണ്ടകശനി പറയുന്ന ജ്യോതിഷികള് ഇവിടെ വിഷുഫലം പറയുമ്പോൾ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് സാധാരണ ഒന്ന് ചിന്തിക്കുക. കാരണം ഇതുകാർക്ക് അവർക്കൊക്കെ 7 ശനി, കണ്ടശനി. അങ്ങനെ നോക്കുകയാണെങ്കിൽ മകീരം, തിരുവാതിര, പുണർതക്കാർക്ക് കണ്ടശനിയാണ്. അപ്പൊ എങ്ങനെയാണ് വിഷുവിന് ഇവർക്ക് അനുകൂല ഫലം വരണത്? അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരു ജ്യോതിഷി അത് ഞാൻ ഏതാണ് യൂട്യൂബ് ഏതാണെന്ന് ഞാൻ പറയണില്ല, കാരണം അത് മോശമല്ലേ. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം ഒരു അതേ ജ്യോതിഷി തന്നെയാണ് നിങ്ങൾ പറയണം. അതേ ജ്യോതിഷിന്റെ വീഡിയോസ് 2 പ്രാവശ്യം, ഒരു വിഷുഫലം കണ്ടു, ഈ 7 ശനി കണ്ടശനിന്റെയും കണ്ടു. അയാള് ഈ ഇവിടെ വിഷുഫലം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ രാശിക്ക് കണ്ടകശനിയും പറഞ്ഞു, എന്നാൽ ഈ വിഷുഫലത്തിലേക്ക് ഗുണവും പറഞ്ഞു. അത് എങ്ങനെ സംബന്ധിച്ചു? അതാണ് കാരണം ഒരു താള് തന്നെ ഒരു കൂറുകൊണ്ട് ഗുണവും പറഞ്ഞു, ദോഷവും പറഞ്ഞു. കാരണം ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു ആ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്കൊക്കെയാണ് ഈ പറഞ്ഞ മകീരം, തിരുവാതിര, പുണർതം, ഈ കണ്ടകശനി. അതേപോലെ തന്നെ മകം, പൂരം, ഉത്രം, ഈ പറഞ്ഞ ജ്യോതിഷ് പറഞ്ഞത് അഷ്ടമത്തിലൂടെ ഇപ്പോൾ നടക്കുന്ന ആൾക്കാർക്ക് ആ ജ്യോതിഷ് പറഞ്ഞ മരണപരമായിട്ട് ദുഃഖമാണ്, ക്ലേശങ്ങളാണ്, വേണ്ടപ്പെട്ടവരുടെ ഒക്കെ ദുരിതങ്ങൾ ഉണ്ടാവാന്നാണ് ഈ അഷ്ടമശനിയിൽ പറയണത്. അങ്ങനെ നോക്കുമ്പോൾ ഈ വിഷുഫലം പറഞ്ഞു കഴിഞ്ഞപ്പോഴോ മകം, പൂരം, ഉത്രം, അഷ്ടമ 8-ലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ അനുകൂലമാണെന്ന് പറയുന്നത്. അതും ഈ സ്ഥാനക്കയറ്റം, ധനവരവ്, വീട്, വാഹനം, പുത്രാദി മിത്രങ്ങള്, ആഭരണങ്ങള്, സ്വർണങ്ങള്, ഇതൊക്കെ വാങ്ങിക്കാൻ നല്ല സമയമാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ജ്യോതിഷി തന്നെ ശനി മാറുന്നതോട് അഷ്ടമശനി ദോഷവും പറഞ്ഞു. അതിൽ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരാൾ തന്നെ ഒരു രാശി തന്നെ ദോഷവും ഗുണവും പറയണത്. അത് വിഷുഫലം ഗുണം പറഞ്ഞു, ശനി മാറ്റത്തെ കൊണ്ട് ദോഷവും പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ്. കാരണം ഇതേപോലെയുള്ള എന്താ പറയാ അനാവശ്യ രീതിയിലുള്ള
ഒരു കാരണവശാലും നിങ്ങളുടെ വാക്ക്, കാരണം സാധാരണക്കാരെ നിങ്ങൾ പെട്ടുപോകരുത് എന്നും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നോക്കൂ, ഉത്രം മത്തം ചിത്തിര ആ ജ്യോതിഷനെ പറഞ്ഞു കണ്ടകശനിയാണ്, 2.5 വർഷം കൊണ്ടേ പോകുള്ളൂ. ജോലി തടസ്സം, സാമ്പത്തിക നഷ്ടം, വീഴ്ച, വാഹനം, ഭാര്യപുത്രാദികൾക്ക് ദോഷം, അതും പറഞ്ഞു. വിഷുഫലം പറഞ്ഞു കഴിഞ്ഞപ്പോഴോ ഉത്രം അത്തം ചിത്ര ചോദ്യക്കാർക്ക് ഇതേ ഫലമാണ്. അതായത് എന്താ പറഞ്ഞത്, ഈ വിദേശ ജോലി കിട്ടി, അതായത് ഒരു ബിസിനസ്, സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി ആ സമയത്ത് നല്ലൊരു വരവ്, ആ വിഷുഫലം കിട്ടുമ്പോൾ ആ സമയത്ത് വീട് പണിയും അതുപോലെ എല്ലാ കാര്യത്തിനും അനുകൂല, ബിസിനസ്സൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറയാം. അതേ ആള് പറയണു ശനി മാറ്റത്തോട് കൂടിയിട്ട് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറയണു കണ്ടകശനിയാണ്, വളരെ ദുരിതമാണെന്ന് പറയുന്നു. അപ്പോൾ എന്തെങ്കിലും വസ്തുതയുണ്ടോന്ന് നിങ്ങൾ ചിന്തിക്കുക. അതേ ജ്യോതിഷ് പറഞ്ഞു ഈ പിന്നെ തുലാം രാശി ഇവർക്കൊന്നും എന്താ പറയാ, ഇവരൊക്കെ മൊത്തം മോശം രാശികളാണ്, ഇതെല്ലാം മോശമാണ്. ഈ പറഞ്ഞ രാശി, ഈ രാശി ഈ എല്ലാം മോശം. ഈ ഞാൻ ഇൻഡിച്ചിന് ഇട്ടതൊക്കെ ഒരു ഗുണവും ഇല്ല രാശികർക്ക്. പക്ഷെ അഷ്ടമശനി, അതേപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുക, മൂലം പൂരാടം ഉത്രാടം ധനുക്കൂറുകാർക്കും ഇതേപോലെ തന്നെ ആ ജ്യോതിഷ് പറഞ്ഞത് ഇതേ ദോഷം തന്നെയാണ് പറഞ്ഞത്, കണ്ടകശനിയാണ്. കാരണം ഇത് ഈ രാശി കോൺ രാശിയാണ്, മിഥുനം, കന്നി, ധനു കോൺ രാശിയാണ്. അതായത് ഈ 3 രാശികൾ കോൺ രാശിയാണ്. ആ കോൺ രാശിയിൽ ചന്ദ്രൻ വരുന്ന, ജനിച്ച സമയത്ത് ഗ്രഹനിലയിൽ ചന്ദ്രൻ വരുമ്പോൾ ആ രാശിക്കാർക്ക് കണ്ടകശനിയാണെന്ന് പറയുന്നത്. പക്ഷെ ഇതേ ശനിയെ മാറ്റം തുടർന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കണ്ടകശനി വന്നു, ഇവർക്ക് കണ്ടകശനി വന്നു, ഈ രാശിക്കാർക്കും കണ്ടകശനി വന്നു. അപ്പോഴും മൂലം പൂരാടം ഉത്രക്കാർക്ക് മികവ് പറയണു. അപ്പം ഒരാള് തന്നെ അതായത് എനിക്കും വ്യക്തത വരുന്നില്ല എന്താ സംഭവം, എനിക്കും വ്യക്തത വരാത്തതുകൊണ്ട് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇട്ട് തന്നിരിക്കണേ. വിഷുഫലം അതാണ് അറിയേണ്ടിരിക്കുന്നത്. കാരണം പെട്ടുപോകരുത്, കാരണം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഒരു ജ്യോതിഷ തന്നെ ശനിയെ മാറ്റത്തെ കൂടെ തുടർന്ന് ദോഷം പറയണു. ഇപ്പോൾ കാരണം വെച്ചാല് ഇവിടെ ചന്ദ്രൻ നിൽക്കുക, ഈ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഇവിടേക്ക് ദൃഷ്ടിയുണ്ട്, ഈ മൂലം പൂരാടം ഉത്രാടം, ഈ കൂറുഫലം പറയുമ്പോൾ ഈ കാരണക്കാർക്ക് എങ്ങനെ ഗുണം കിട്ടും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അടുത്തത് അവിട്ടം ചതയം പൂരാടം, കുംഭൻ രാശിയിൽ അവിട്ടം ചതയം പൂരാടം, അവർക്കും ഇപ്പോൾ 7 ശനി കാലഘട്ടമാണ്. ആ ജ്യോതിഷ തന്നെ പറഞ്ഞു. ഇപ്പോൾ വിഷുഫലം പറഞ്ഞപ്പോൾ അനുകൂലവും പറഞ്ഞു. അതേപോലെ തന്നെ ഉത്രട്ടാതി രേവതി പറയുമ്പോൾ ചന്ദ്രൻ മീനത്തിൽ നിൽക്കുക, ജനിച്ച ഗ്രഹനിലയിൽ അവിടെ ശനി നിൽക്കുകയാണ്, ജന്മശനി. ആ രേവതി ഉത്രട്ടാതിക്കും ജാതകത്തിൽ ദോഷവും വിഷുഫല ഗുണവും ചെയ്യണേ. അതെങ്ങനെയാണ് നിങ്ങളത് മനസ്സിലാക്കുക? ഇതേ അനുഭവം ഈ പറയുന്ന ജ്യോതിഷ കണ്ടകശനി 7 ശനി പറയുമ്പോൾ അവർക്ക് 2.5 വർഷം, ഇനിയിപ്പോൾ 2.5 വർഷം ഉണ്ട്. അതായത് മിഥുനക്കൂറുകാർക്കും മിഥുനം, ചിങ്ങം, കന്നി, ധനു, കുംഭം, മീനം, വേടം ഇവർക്കെല്ലാം 2.5 വർഷം വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ 7.5 വർഷം ഉള്ളത് ഈ മേടത്തിനും ഈ മിഥുനത്തിനും 2 വർഷമുണ്ട്. ഈ ഇവർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും 2.5 വർഷമുണ്ട്. ഈ 2.5 വർഷം ഈ ഗ്രഹങ്ങൾക്കൊക്കെ ഈ നക്ഷത്രക്കാർക്കൊക്കെ ഒരു ദോഷം പറയുമ്പോൾ അതെങ്ങനെ വിഷുഫലം കറക്റ്റായിട്ട് വരും, അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അശ്വതി, ഭരണി, കാർത്തിക ചന്ദ്ര ഈ രാശിയിൽ നിൽക്കുക ജനിച്ച ജാതകത്തിൽ അവർക്ക് ഇപ്പോൾ 7 ശനിയാണ്, കുംഭത്തിൽ നിൽക്കുക 7 ശനിയാണ്, അഷ്ടമശനി, 7 ശനി, കണ്ടകശനി, ഇതാണ് ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ 2.5 വർഷം ഈ ഗ്രഹനിലക്കാർക്ക് വളരെ ക്ലേശമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യൂട്യൂബിലൂടെ കണ്ടകശനി, 7 ശനി, ജന്മശനി എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ എങ്ങനെയൊക്കെ നെഗറ്റീവ് അടിച്ച്, സകലമാന നെഗറ്റീവ് അടിച്ച് ഉപബോധ മനസ്സിലേക്ക് ഭയപ്പെടുത്തുന്ന രീതിയിൽ ആവശ്യമില്ലാതെ ഈ എന്താ പറയുക, നമ്മൾ ഉപബോധ മനസ്സിലേക്ക് ഈ ചിന്തകൾ അടിച്ചേൽപ്പിക്കാം, ഭയപ്പെടുത്തുക. അതായത് തളർന്നു കിടക്കുന്നതിന് വീണ്ടും തലയ്ക്കൊരു അടിയടിക്കും, പിന്നെ അവൻ എനിക്ക് വരാൻ പറ്റത്തില്ല. ഇതാണ് ജ്യോതിഷികളും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഈ 2.5 വർഷം ദോഷം പറയണ ഈ നക്ഷത്രക്കാർക്ക് ഈ ചന്ദ്രൻ നിൽക്കും, ചന്ദ്രൻ ഏത് രാശിയിലായാലും ആ നക്ഷത്രത്തിലെല്ലാം അറിയപ്പെടുക. അപ്പോൾ ആ ദോഷം പറയുമ്പോൾ ഈ കൂറുഫലത്തി ഈ വിഷുഫലം പറയുമ്പോൾ അതെങ്ങനെ കറക്റ്റ് യോജിച്ചായിട്ട് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. കാരണം ഞാനിത് ഉദാഹരണമായിട്ട് ഇടുന്നത് ഇതിൽ 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത്. കാരണം വെച്ചാൽ എനിക്ക് ഇടാൻ തോന്നിയില്ല, വിഷുഫലത്തെക്കുറിച്ചൊന്നും ഞാൻ ഇടാൻ താല്പര്യമില്ല. പക്ഷെ ഒരു ജ്യോതിഷിയുടെ കമന്റ് ഈ കണ്ടകശനി 7 ശനി പറയണ കാലൊക്കെ ആ രാശിക്കാർക്കാണ് കറക്റ്റ് എല്ലാം. ബാക്കി ഒന്ന് അതായത് ഇടവം, കർക്കിടകം, തുലാം, വൃശ്ചികം, മകരം ഇവർക്കൊന്നും ഈ രാശിക്കാർക്കൊക്കെ ദോഷമാണ് പറയുന്നത്. അത് സകലமான ദോഷം. അതായത് സാമ്പത്തിക നഷ്ടം, ധനനഷ്ടം, സ്ഥാനഭ്രംശം, ജോലി തടസ്സം, മറ്റേ കുടുംബ വഴക്ക്, ഇതെല്ലാം പറയുന്നുണ്ട്. ഒരു യൂട്യൂബിൽ പറഞ്ഞതാണ്.
ബാക്കി ഈ കണ്ടകശനി ഏഴരശനിയുള്ള ആൾക്കാർക്കാണ് ഈ വിഷുഫലം അനുകൂലമായിട്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ 1 2 3 4 5 6 7 രാശിക്കാർക്ക്, ഈ 7 രാശി പറയുമ്പോൾ ഈ 7 രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന 7 പേരാണ് ഉള്ളത്. കാരണം 2.25 ദിവസം സഞ്ചരിക്കുന്ന ഈ ചന്ദ്രൻ ഒരു രാശിയിൽ ഉണ്ടാവും. ഈ 2.25 ദിവസം മകീരം തിരുവാതിര പുണർ നക്ഷത്രം 3 പേർക്കാണ് ഉണ്ടാവണം, ലക്ഷക്കണക്കിന് ഉണ്ടാവണം, അല്ലെങ്കിൽ കോടിക്കണക്കിന് ഉണ്ടാവണം. ഇതേപോലെ തന്നെ മകം പൂരം ഉത്രം ചന്ദ്രൻ നിൽക്കുന്നുണ്ട്, ഈ നക്ഷത്രക്കാരന് ഉണ്ടാവണം. അല്ല, നിങ്ങൾ ചിന്തിക്കുക, ഓരോ ആൾക്കാരുടെയും ജീവിത യാത്രാനുഭവങ്ങൾ ചിന്തിക്കുന്നത് ലഗ്നം കൊണ്ടാണ്. ചന്ദ്രനോ ഗ്രഹങ്ങളോ അല്ല. ഭൂമിയിൽ ഈ നക്ഷത്രം എന്ന് പറയുന്നത്, ഭൂമിയിൽ ഒരു സംഗതി നടക്കുമ്പോൾ ഏത് രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നോ ആ ദിവസത്തെ നക്ഷത്രമോ ആ സമയത്ത് ജനിക്കുന്ന കുഞ്ഞിനോ ആ നക്ഷത്രത്തിൽ അറിയപ്പെടും എന്നാ പറയുന്നത്. അല്ലാണ്ട് നക്ഷത്രം എന്ന് പറയുന്നത് അടയാളങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ആകാശത്തുള്ള ഗ്രഹങ്ങളാണ് സഞ്ചരിക്കുന്നത്. അല്ലാതെ ഇപ്പോ നിങ്ങൾ ചിന്തിക്കുക, ഒരു രാശി ചാർട്ട് ഇവിടെ ഇടുന്നുണ്ട്. ഇവിടെ ശനി മീനത്തിൽ നിൽക്കുകയാണ്, ഇവിടെ ലഗ്നം നിൽക്കാന്ന് വിചാരിച്ചോളൂ. ജനിച്ച സമയത്ത് ശനി ഇവിടെ കുംഭത്തിൽ നിൽക്കാന്ന് വിചാരിച്ചോളൂ, ജനിച്ച സമയത്തുള്ള ഗ്രഹനിലയില്. പക്ഷേ ഇപ്പോൾ ഈ ശനി ഇവിടെ ഇല്ല. നിങ്ങൾ മനസ്സിൽ ശനി മീനത്തിലാണുള്ളത്. അതുപോലെ തന്നെ വ്യാഴം ഇപ്പോൾ 2 ഇവിടെ ഇപ്പോൾ നമ്മുടെ 12 വിചാരിച്ചോളൂ. ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് ഇടവൻ രാശിയിലാണ്. അപ്പോൾ ലഗ്നം സഞ്ചരിക്കുന്നില്ല, ചന്ദ്രനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മേടം മുതൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്ന് പറഞ്ഞ 12 നക്ഷത്രങ്ങൾ, അതായത് 12 രാശിയിൽ കിടക്കുന്ന നക്ഷത്രങ്ങൾ ഒരു കാരണവശാൽ സഞ്ചരിക്കുന്നില്ല. കാരണം അടയാളം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയാ, ആകാശത്ത് നക്ഷത്രം തെളിയുമ്പോൾ നമ്മുടെ രാശിച്ചാട്ടിലൊക്കെ ഓരോ തലയുടെ നാടിന്റെ രൂപം, ഇതിന്റെ രൂപമൊക്കെ കാണാറില്ലേ, അത് അടയാളം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞത്. കാരണം നീ അശ്വതി മാറിയിട്ട് ഇടവത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ടോ? അശ്വതി ഈ പറഞ്ഞ പോലെ ഭരണി മാറിയിട്ട് മിഥുനത്തേക്ക് സഞ്ചരിക്കുന്നുണ്ടോ? ഈ അശ്വതി ഈ നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നുണ്ടോ? ഈ അശ്വതി മുതൽ മീനം വരെയുള്ള രേവതി വരെ, അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾ അതേ കൂട്ടമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവിടെ സഞ്ചരിക്കുന്നില്ല. അവിടെ എന്താ പറയാ, കാരണം വെച്ചാൽ ഈ രേവതി പോയിട്ട് മേടത്തേക്ക് പോകുന്നുണ്ടോ? അശ്വതി പോയിട്ട് മീനത്തേക്ക് ഉണ്ടോ? ഇല്ല. കാരണം അത് സ്ഥിരമായിട്ട് അവിടെ നിൽക്കുക എപ്പോഴും. കാരണം വെച്ചാൽ 27 ദിവസം കൊണ്ട് ചന്ദ്രൻ ഒരു ചുറ്റ് പൂർണ്ണാക്കും. വീണ്ടും 28 രേവതി കഴിഞ്ഞ് വീണ്ടും അടുത്തിലേക്ക് 28 ദിവസം അശ്വതിയിലേക്ക് വരും. ചന്ദ്രനാണ് സഞ്ചരിക്കണം, നക്ഷത്രം സഞ്ചരിക്കുന്നില്ല, മനസ്സിലാക്കൂ. അല്ലാണ്ട് ഒരു കാരണവശാൽ ബാക്കി എല്ലാ ഈ 1 2 3 4 5 രാശിക്ക് ദോഷവും പറഞ്ഞിട്ട് ഈ കണ്ടകശനി പറയുന്ന ആൾക്കാർ തന്നെ ഈ വിഷുഫലം പറഞ്ഞിട്ട് ഒരു ആൾക്കാരെ എന്താ പറയാ, അമിതമായ ആവശ്യമില്ലാത്ത രീതിയിൽ എന്താ പറയാ ജനങ്ങളെ പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ എന്താ പറയാ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ ഇത് കേട്ടിട്ട് ഈ ഇപ്പോഴത്തെ വിഷുഫലം കിട്ട് ലോട്ടറി എടുത്തിട്ട് അനാവശ്യ പൈസ കളയരുത്. സ്വർണം ഇത്യാദി കാര്യങ്ങളൊന്നും അനാവശ്യ രീതിയിൽ എടുത്ത് ചെലവാക്കാണ്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ കൈത്ത ധനം നഷ്ടപ്പെടാണ്ട് ശ്രമിക്കുക. ഒരാളുടെയും ഒരു ജ്യോതിഷികളുടെയും അടുത്ത് പോയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും എന്താ പറയാ പെട്ട് അതായത് കുടുങ്ങി പോവാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇതാണ് എനിക്ക്, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ആണയിട്ട് പറയുന്നു, അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മുടെ രാശിചക്രത്തിൽ ലാന്നെഴുതി, അതായത് നമ്മുടെ രാശിചക്രത്തിൽ ലാന്നെഴുതി ഒരു ലഗ്നമുണ്ട്. ഇതാണ് കേന്ദ്ര ബിന്ദു. ഇതില് മുതലാണ് നമ്മൾ ജീവിതയാത്ര അനുഭവം ചിന്തിക്കുന്നത്. അല്ലാതെ ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇതാണ് കൂറുഫലം പറഞ്ഞുകൊണ്ടല്ല നിൽക്കുന്നത്. ഇതാണ് കേന്ദ്ര ബിന്ദു, ചന്ദ്രൻ അല്ല. ഈ മുതലാണ് ചാരവശാലും നമ്മുടെ ജീവിതയാത്ര എന്ന്. കാരണം വെച്ചാൽ ഞാൻ പറയാറുണ്ട്, സാധാരണ രീതിയിൽ നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ഒരാളാണെങ്കിൽ സാധാരണ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക, ഒന്ന് മനസ്സിലാക്കി. കാരണം ഈ മകീരം, തിരുവാതിര, പുണർദം, അത്തം, മത്ത്, ചിത്തിര, ചോതി പറഞ്ഞ് ഈ 5-7 കൂട്ടം ജനങ്ങൾ മാത്രമല്ല ഉള്ളത്. ലക്ഷക്കണക്കിന് നക്ഷത്രക്കാരൊക്കെ ഉണ്ടല്ലേ, ഇവർക്കൊക്കെ ഭാഗ്യം വരണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് നമ്മള് ഓരോ വ്യക്തിയുടെ ജീവിത യാത്രാനുഭവങ്ങൾ, ഒരു ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലും ഒരു വ്യക്തിയുടെ ജീവിത യാത്രകൾ വ്യത്യസ്തമായിരിക്കും. അത് മനസ്സിലാക്കുക. അപ്പൊ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.